നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു അനുഗ്രഹീതമായ പ്രഭാതം സമ്മാനിച്ച സർവശക്തനായ ദൈവത്തിന് നമുക്ക് ഈ പ്രഭാതത്തിൽ നന്ദി പറയാം. കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ഭാരങ്ങളും ആശങ്കകളും നമ്മുടെ പരാജയങ്ങളും നമ്മുടെ വിജയങ്ങളും എല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് ഒരു പുതിയ ഹൃദയത്തോടെ നമുക്ക് ഒരു പുതിയ ദിനം ആരംഭിക്കാം. ദൈവം നമുക്ക് നൽകിയ ഈ ദിവസം അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നിങ്ങളെല്ലാവർക്കും അനുഗ്രഹമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നു നാം ധ്യാനിക്കുന്നത് ലേവ്യാപുസ്തകം 4-ാം അധ്യായം 13 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഇവിടെ ഇസ്രായേൽ സമൂഹം അറിയാതെ പാപം ചെയ്താൽ എന്തു ചെയ്യണമെന്ന് ദൈവം പഠിപ്പിക്കുന്നു. നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു വ്യക്തിയുടെ തെറ്റു മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ തെറ്റും ദൈവത്തിന്റെ മുൻപിൽ ഗൗരവമുള്ളതാണ്. എന്നാൽ അതോടൊപ്പം ദൈവം അതിന് ഒരു വഴിയും ഒരുക്കുന്നു. പാപം തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു വഴി. ഇന്നത്തെ ധ്യാന സന്ദേശം തെറ്റു മറച്ചുവെക്കാതെ ദൈവത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ വെളിച്ചത്തിൽ പരിശോധിക്കണമേ. അറിയാതെയും അറിഞ്ഞും ചെയ്ത തെറ്റുകൾ തിരിച്ചറിയുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യമായ പശ്ചാത്താപം ഉണ്ടാകണമേ. തെറ്റുകളെ മറച്ചുവെക്കാതെ അങ്ങയുടെ മുൻപിൽ തുറന്നു പറയുവാൻ, തിരുത്തപ്പെട്ട ജീവിതം നയിക്കുവാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന ഈ തിരുവചന ഭാഗം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു തിരുവചന ഭാഗമായി തീരുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ഇസ്രായേൽ സഭ മുഴുവനും അബദ്ധവശാൽ പിഴയ്ക്കുകയും ആ കാര്യം സഭയുടെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും അവർ പാപം ചെയ്ത് കുറ്റക്കാരായി തീരുകയും ചെയ്താൽ ചെയ്ത പാപം അവർ അറിയുമ്പോൾ സഭ ഒരു കാളക്കിടാവിനെ പാപയാഗമായി അർപ്പിക്കണം. സമാഗമന കൂടാരത്തിന് മുൻപാകെ അതിനെ കൊണ്ടുവന്ന് സഭയുടെ മൂപ്പന്മാർ യഹോവയുടെ സന്നിധിയിൽ കാളയുടെ തലയിൽ കൈവയ്ക്കണം. യഹോവയുടെ സന്നിധിയിൽ കാളയെ അറുക്കുകയും വേണം. അഭിഷിക്തനായ പുരോഹിതൻ കാളയുടെ രക്തം കുറെ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവരണം. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി യഹോവയുടെ സന്നിധിയിൽ തിരശ്ശീലയ്ക്ക് മുൻപിൽ 7 പ്രാവശ്യം തളിക്കണം. അവൻ സമാഗമന കൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിലുള്ള പീഠത്തിന്റെ കൊമ്പുകളിൽ കുറെ പുരട്ടണം. ശേഷം രക്തം മുഴുവനും സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കലുള്ള ഹോമയാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിന്റെ മേജസ് ഒക്കെയും അവൻ അതിൽ നിന്നെടുത്ത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. പാപയാഗത്തിനുള്ള കാളയെ അവർ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം. അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. ഇങ്ങനെ പുരോഹിതൻ അവർക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അത് അവരോട് ക്ഷമിക്കും. പിന്നെ അവൻ കാളയെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി മുൻപിലത്തെ കാളയെ ചുട്ടുകളഞ്ഞതുപോലെ ഇതിനെയും ചുട്ടുകളയണം. ഇത് സഭയ്ക്കു വേണ്ടിയുള്ള പാപയാഗം. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, തെറ്റു തിരിച്ചറിഞ്ഞാൽ തിരുത്തുവാൻ ധൈര്യം വേണം. പ്രിയമുള്ളവരെ,
ലേവ്യാപുസ്തകം 4-ാം അധ്യായത്തിന്റെ ഈ തിരുവചന ഭാഗത്ത് ഇസ്രായേൽ സമൂഹം അറിയാതെ പാപം ചെയ്തതിനെ കുറിച്ചാണ് നാം വായിച്ചു കേട്ടത്. അവർ തെറ്റു തിരിച്ചറിഞ്ഞപ്പോൾ അതിനെ അവഗണിക്കാനല്ല ദൈവം ആവശ്യപ്പെട്ടത്. അവർ ആ തെറ്റ് അംഗീകരിക്കണം, ദൈവത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം, അതിനുവേണ്ടി പരിഹാരം ചെയ്യണം. ഇത് ഇന്നത്തെ നമ്മുടെ ജീവിതത്തോടും വളരെ ശക്തമായി സംസാരിക്കുന്ന ഒരു തിരുവചന ഭാഗം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ നാം പലപ്പോഴും എന്താണ് ചെയ്യുന്നത്? തെറ്റ് മറ്റൊരാളുടെ മേൽ ചുമത്തി വയ്ക്കും. അവൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്, അവൾ എന്നെ വേദനിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്, സാഹചര്യം അങ്ങനെയായിരുന്നതുകൊണ്ടാണ് എനിക്ക് തെറ്റുപറ്റിയത്. പക്ഷേ ആത്മീയ വളർച്ച ആരംഭിക്കുന്നത് ഒരു വാക്കിലൂടെയാണ്. അതേ കർത്താവേ, എനിക്ക് തെറ്റി. ഈ വാക്ക് പറയുവാൻ വലിയ വിനയം വേണം. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ തെറ്റു സമ്മതിക്കുന്നത് നമ്മെ ചെറുതാക്കുന്നില്ല, അത് നമ്മെ ദൈവത്തിന്റെ കൃപയിലേക്ക് കൊണ്ടുവരുന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഞാൻ തെറ്റു ചെയ്തിട്ട് ഇപ്പോഴും അത് ന്യായീകരിക്കുന്നുണ്ടോ? ആരോടെങ്കിലും ക്ഷമ ചോദിക്കേണ്ടതായിട്ടുണ്ടോ? എൻ്റെ വാക്കുകൾ കൊണ്ട് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ഒരു പ്രശ്നത്തിന് എൻ്റെ അഹങ്കാരവും കാരണമായി തീർന്നുവോ? ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ സമ്മതിക്കാതെ സൂക്ഷിക്കുന്ന എന്തെങ്കിലും തെറ്റുകളുണ്ടോ? പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ മുൻപിൽ ഒന്നും മറച്ചു വെക്കുവാൻ കഴിയുകയില്ല. അവൻ നമ്മുടെ ഹൃദയം അറിയുന്നവനാണ്. അതുകൊണ്ട് തെറ്റു മറച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് അത് ദൈവത്തിന്റെ മുൻപിൽ കൊണ്ടുവരികയാണ്. പശ്ചാത്താപം പരാജയത്തിന്റെ അടയാളമല്ല, അത് ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണ്. ഈ തിരുവചന ഭാഗം നമ്മുടെ ഇന്നത്തെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് വലിയ തെറ്റുകൾ കൊണ്ടല്ല, ഞാനാണ് തെറ്റിയത് എന്ന് പറയുവാൻ ആരും തയ്യാറാകാത്തതുകൊണ്ടാണ്. ഒരു ചെറിയ ക്ഷമാപണം അത് വലിയ ബന്ധത്തെ രക്ഷിച്ചേക്കാം. ഒരു സ്നേഹമുള്ള വാക്ക് ഒരു മുറിവേറ്റ ഹൃദയത്തെ സൗഖ്യമാക്കാം. ഒരു താഴ്മയുള്ള ഹൃദയം ഒരു കുടുംബത്തിൽ സമാധാനം കൊണ്ടുവരാം. അതുകൊണ്ട് ഇന്ന് നമുക്ക് തീരുമാനിക്കാം, നമ്മൾ തെറ്റിയാൽ ക്ഷമിക്കണം എന്ന് പറയാം. ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു എന്നും നമുക്ക് പറയുവാൻ സാധിക്കണം. ദൈവത്തോട് തെറ്റിയാൽ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഹൃദയത്തോട് നമുക്ക് പറയാം. കാരണം ദൈവം നമ്മെ കുറ്റബോധത്തിൽ തളർത്തുവാനല്ല, നമ്മെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിക്കുവാനാണ് നമ്മെ വിളിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നമുക്കൊരാത്മീയ തീരുമാനമെടുക്കാം. എൻ്റെ തെറ്റ് മറച്ചു വെക്കില്ല, അത് തിരിച്ചറിഞ്ഞാൽ ഞാൻ തിരുത്തും. ആവശ്യമായിടത്ത് മറ്റുള്ളവരോട് ഞാൻ ക്ഷമിക്കും. ദൈവത്തിന്റെ മുൻപിൽ സത്യസന്ധമായി ഞാൻ നടക്കും. ഇന്നു മുതൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, എൻ്റെ തെറ്റുകൾ എനിക്ക് കാണിച്ചു തരണമേ, അവ തിരുത്തുവാനുള്ള വിനയവും ശക്തിയും എനിക്ക് നൽകണം. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കരുണാമയനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ തിരുമുൻപിലേക്ക് വരുന്നു. അറിഞ്ഞുമറിയാതെയും ചെയ്ത എല്ലാ തെറ്റുകളും അങ്ങയുടെ പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തിലെ അഹങ്കാരം നീക്കണമേ, തെറ്റു സമ്മതിക്കുവാനുള്ള വിനയം നൽകണമേ, ക്ഷമ ചോദിക്കുവാനുള്ള ധൈര്യം നൽകണമേ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകണമേ, ഞങ്ങളുടെ ബന്ധങ്ങളിലെ മുറിവുകൾ സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കണമേ. കർത്താവേ, തെറ്റിപ്പോകുമ്പോൾ ഞങ്ങളെ കൈവിടരുതേ, ഞങ്ങൾ വീഴുമ്പോൾ എഴുന്നേൽപ്പിക്കണമേ, ഞങ്ങൾ വഴിതെറ്റുമ്പോൾ തിരികെ കൊണ്ടുവരണമേ. ഞങ്ങളുടെ പാപത്തേക്കാൾ വലിയതായ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങളെ വിശുദ്ധിയുടെ വഴിയിൽ നയിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും യാത്രകളെയും എല്ലാം തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചനത്തിന്റെ സന്ദേശം നമുക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കാം. തെറ്റുമറച്ചു വെക്കരുത്, ദൈവത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക. നിങ്ങളുടെ കഴിഞ്ഞകാല തെറ്റുകളേക്കാൾ വലിയതാണ് ദൈവത്തിന്റെ കരുണ.
നിങ്ങളുടെ പരാജയങ്ങളെക്കാൾ വലിയതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇന്ന് കർത്താവ് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു തുടക്കം ദൈവം നൽകട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും സംരക്ഷണവും ഇന്നും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.